തലച്ചോറൊക്കെ തുരുമ്പെടുത്തു, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ കാര്യമില്ല എന്നാണ് വിശ്വസിക്കുന്നെങ്കിൽ കറക്റ്റാണ്, ഒരു കാര്യമില്ല. ബട്ട് പഠിച്ചെടുക്കാമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതും കറക്റ്റാണ്. എല്ലാം പഠിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, സ്വന്തം പുറത്തേക്ക് വരുന്നില്ല. ബട്ട് മാർക്ക് മൈ വേർഡ്സ്, പ്രോപ്പറായി റിവിഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് നാണമാണ്, തോക്കാൻ പേടിയാണ്. സൊസൈറ്റി നമ്മൾ അങ്ങനെ കണ്ടീഷൻ ചെയ്തു പോയി. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നമാണ്, തോക്കാൻ പേടിയാണ്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വരും. നിങ്ങൾ എത്ര മിടുക്കുക എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയിൽ വരും. എക്സാമിനറിന്റെ തലച്ചോറിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചോദ്യം എന്തുകൊണ്ടാണ് എക്സാമിന് ഇട്ടതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഈ ചോദ്യം എൻ്റെ അറിവ് വളർത്താനുള്ള ചോദ്യമാണെങ്കിൽ ഈ ചോദ്യം എൻ്റെ കോമൺ സെൻസും ലോജിക്കും വളർത്താനുള്ള ചോദ്യമാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പൊ കഴിഞ്ഞ എക്സാം ആണല്ലോ, സങ്കല്പിക്കുക SI ഒരു 5 ലക്ഷം പേര് അപ്ലൈ ചെയ്തെന്നിരിക്കട്ടെ, 5 ലക്ഷം പേര് അപ്ലൈ ചെയ്തെന്നിരിക്കട്ടെ. നിങ്ങളും ആ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന 5 ലക്ഷം പേര് അത്ര ആൾക്കാരാണോ? നോ. ഈ എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു 25,000-ഓ 30,000 ആൾക്കാരേ ഉള്ളൂ. നിങ്ങളുടെ കോമ്പറ്റീഷൻ ആ 30,000 ആൾക്കാരുടെ ഉള്ളിൽ മാത്രമാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് കോമ്പറ്റീഷനുള്ളിലേക്ക് വരിക. സീരിയസ് ആസ്പിറൻസ് ആ ഒരു കോമ്പറ്റീഷനുള്ളിലേക്ക് വരിക. കോമ്പറ്റീഷനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം 2 വർഷത്തിനുള്ളിൽ അവർക്ക് ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റും. ഇപ്പൊ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ റിയൽ കോമ്പറ്റീഷന്റെ ഭാഗമാണെങ്കിൽ ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ നല്ല ജോബ്സ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അതിന്റെ ക്യാച്ച്. നമ്മുടെ ബ്രെയിനിന് പുതുമ വേണം. അതൊരു ബയാസ്, കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യം എടുത്തു വെച്ച് പഠിക്കുമ്പോൾ എന്ത് പറ്റും? ഇതൊക്കെ നീ പഠിച്ചതല്ലേ, പുതിയ ഏരിയയിലേക്ക് പോകും എന്ന് പറയും ബ്രെയിൻ. അപ്പൊ നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി പുതിയ ഏരിയയിലേക്ക് പോകും. അപ്പം പണ്ട് പഠിച്ച പഴയ ഏരിയ മറന്നുപോകും. പലരും പറയാറുണ്ട് ബ്ലാക്ക് ഹോൾ പോലെയാണ് എൻ്റെ മനസ്സ്. പഠിക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നുണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല. എല്ലാം പഠിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, സ്വന്തം പുറത്തേക്ക് വരുന്നില്ല. ബട്ട് മാർക്ക് മൈ വേർഡ്സ്, പ്രോപ്പറായി റിവിഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ആഹാരം കഴിക്കുന്നു അല്ലേ? ഈറ്റിംഗ് ആണ് സ്റ്റഡി എന്ന് പറയുന്ന പ്രോസസ്സ്. അതിൻ്റെ ഡൈജഷൻ നടക്കുന്നുണ്ടല്ലോ, അതാണ് റിവിഷൻ. ഡൈജഷൻ നടന്നെങ്കിലല്ലേ ന്യൂട്രിയൻസ് നിങ്ങളുടെ ബോഡിയിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പരിപാടി വിഴുങ്ങുകയാണ്. ബുക്ക് വായിച്ച് ഇവിടെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്താ പറയുക, സ്ട്രെസ് ഈറ്റിംഗ്. വിഴുങ്ങുകയാണ്, ഡൈജഷൻ നടക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് അതിന്റെ സിറ്റുവേഷൻ മനസ്സിലായോ? സോ എല്ലാവരും പഠിക്കുന്നവരല്ല പരീക്ഷ പാസ്സാവുന്നത്. മാർക്ക് മൈ വേർഡ്സ്, നന്നായിട്ട് റിവിഷൻ നടത്തുന്ന ആൾക്കാരാണ്. റിവിഷൻ നടത്തുക. ഇപ്പൊ നിങ്ങളുടെ കൂടുതൽ ആൾക്കാരുടെ ഫേസ് ആണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് റിവിഷൻ കുറവായിരുന്നു അല്ലേ? റിവിഷൻ കുറവായിരുന്നു. ഇനി അടുത്തൊരു ചോദ്യം, നിങ്ങൾ ഒന്ന് സീരിയസ് ആയി കഴിഞ്ഞാൽ പഠിക്കും, റിവിഷൻ നടത്തും. എഗ്രീഡ്. എത്ര ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്യും? എങ്ങനെ? മുൻകാല വർഷ ചോദ്യങ്ങൾ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യും. എൻഡ് ഓഫ് ദി ഡേ എവറിത്തിങ് ബോയിൽസ് ഡൗൺ ഇറ്റ് ദാറ്റ് ഫ്യൂ അവേഴ്സ് ഇൻ ദ എക്സാം ഹോൾ അല്ലേ? നിങ്ങൾ 10 വർഷമായിട്ട് പഠിക്കുന്ന ആളാവാം, 2 വർഷമായിട്ട് പഠിക്കുന്ന ആളാവാം. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടേണ്ടത് എക്സാം ഹോളിൽ ഇരിക്കുന്ന 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ സമയത്താണ്. എല്ലാം ബോയിൽ ഡൗൺ ചെയ്ത് വരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷന് വേണ്ടി എത്ര പേര് പ്രിപ്പയർ ആവുന്നുണ്ട്? മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? കുറവാണ്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ 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 കുറവാണ്. ഇവിടെയാണ് ഗെയിം ചേഞ്ചർ. പഠിച്ചിട്ട് റിവിഷൻ നിന്നിട്ട് മാത്രം കാര്യമില്ല. ഈ പഠിച്ചത് റിവിഷൻ നടത്തിയതൊക്കെ നമുക്ക് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് നാണമാണ്, തോക്കാൻ പേടിയാണ്. സൊസൈറ്റി നമ്മൾ അങ്ങനെ കണ്ടീഷൻ ചെയ്തു പോയി. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നമാണ്, തോക്കാൻ പേടിയാണ്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വരും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു മോക്ക് ടെസ്റ്റ് എഴുതാത്ത ടീംസും കുറേ പരീക്ഷകൾ എഴുതി അവസാനം റാങ്ക് ലിസ്റ്റ് കയറുന്നത് എന്തുകൊണ്ടാണ്? അവർ അത്ര എഴുതിയ പരീക്ഷ ഒരാഴ്ച കൊണ്ട് മോക്ക് ടെസ്റ്റ് ആണ് എഴുതുന്നത് എന്ത് കയറിയത്? ഇവർ പരീക്ഷ 6 മാസങ്ങളോളം റിയൽ എക്സാംസ് എഴുതി ആ സ്കില്ല് അവർക്ക് അക്വയർ ചെയ്യാൻ പറ്റി. നിങ്ങളുടെ ആ ഒരു ലോജിക്ക് മനസ്സിലായോ? ഒരു മോക്ക് ടെസ്റ്റ് എഴുതാത്ത ആൾക്കാരും വർഷങ്ങളോടെ പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നുണ്ട്. അവർ മര്യാദയ്ക്ക് മോക്ക് ടെസ്റ്റ് എഴുതിയിരുന്നെങ്കിൽ അവർക്ക് 1 വർഷം കൊണ്ട് വരാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് ട്രയാങ്കിൾ അപ്രോച്ച് എന്ന് പറയുന്നത്. പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് 3 സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ ട്രയാങ്കിളിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന റാങ്കിലേക്ക് മാറും. തലച്ചോറൊക്കെ തുരുമ്പെടുത്തു, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ കാര്യമില്ല എന്നാണ് വിശ്വസിക്കുന്നെങ്കിൽ കറക്റ്റാണ്, ഒരു കാര്യമില്ല. ബട്ട് പഠിച്ചെടുക്കാമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതും കറക്റ്റാണ്. കാരണം നമ്മുടെ ബ്രെയിനിനൊരു പ്രശ്നമുണ്ട്, അതിനൊരു വ്യക്തിത്വമില്ല. ഒരു ഇൻഡിവിജ്വാലിറ്റിയോ വലിയ വ്യക്തിത്വമോ ഒന്നുള്ള കക്ഷിയല്ല ബ്രെയിൻ. നമ്മൾ എന്താ പറയുന്നത് അത് ബ്രെയിൻ കേൾക്കും. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താ പറയുന്നത് ബ്രെയിൻ കേൾക്കും.
ഓ ഈ പ്രായത്തിൽ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ ബ്രെയിൻ പറയും എടാ നീ കറക്റ്റാണ്, വെരി ഗുഡ്. എന്നാൽ എനിക്ക് പഠിച്ചാൽ കയറാൻ പറ്റും, എന്തിനു പഠിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബ്രെയിൻ പറയും വെരി ഗുഡ്, കറക്റ്റാണ്, നിനക്കത് പറ്റും. ഇതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഭയങ്കര എന്താ പറയുക, ഇപ്പൊ ഇവോൾവിംഗ് ആയിട്ട് NLP എന്നൊന്നും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാംസ്. അപ്പൊ റിസർച്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന് പുതിയ ന്യൂറൽ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പണ്ട് കണ്ടിട്ടില്ലേ, സ്കൂളിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒന്നും പഠിക്കാത്ത പിള്ളേർ പിന്നെ കയറി പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു പ്രായം വരെ കണക്ക് കൂട്ടാനോ എഴുതാനോ വായിക്കാനോ അറിയില്ലായിരിക്കും, പക്ഷെ പിന്നെ അവരെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കരമായിട്ട് ഇന്റലക്ച്വലി അങ്ങ് എക്സ്പ്ലോർ ചെയ്തു അല്ലേ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ എക്സാമ്പിൾ എടുക്കാം. ലോകത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനാണ്. അദ്ദേഹത്തിനെ സ്കൂളിൽ അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ദ ലേസി ഡോഗ് എന്നാണ്, മടിയനായ പട്ടി, ദ ലേസി ഡോഗ്. പക്ഷെ പുള്ളിയാണ് ഫിസിക്സിന്റെ എൻറ്റയർ ജാതകം തിരുത്തിയെക്കുറിച്ച് പുതിയൊരു റിലേറ്റീവ് തിയറി കൊണ്ടുവന്ന് മാറ്റിമറിച്ച അദ്ദേഹമാണ്. ഈ മാത്സ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടീംസിന്റെ ഒക്കെ കുട്ടിക്കാലത്തെ മാത്തമാറ്റിക്കൽ ടീച്ചേഴ്സ് ട്രോമ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ട്രോമയില്ലേ, അതാണ് അതിന്റെ ബേസിക് റീസൺ. ആ ട്രോമ ഓവർകം ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആ സബ്ജക്ട് ഇഷ്ടപ്പെടുക, ലവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ട്രോമ ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ ആ സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ചെയ്ത് നോക്കാം. എങ്ങനെ പഠിക്കേണ്ടത്? ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്തുകൊണ്ടാണ് പഠിക്കേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾ എത്ര മിടുക്കുക എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയിൽ വരും. എക്സാമിനറിന്റെ തലച്ചോറിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചോദ്യം എന്തുകൊണ്ടാണ് എക്സാമിന് ഇട്ടതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഈ ചോദ്യം എൻ്റെ അറിവ് വളർത്താനുള്ള ചോദ്യമാണെങ്കിൽ ഈ ചോദ്യം എൻ്റെ കോമൺ സെൻസും ലോജിക്കും വളർത്താനുള്ള ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിച്ച് പ്രഷർ സിറ്റുവേഷനിൽ കറക്റ്റ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ PSC പരീക്ഷകൾ ചെക്ക് ചെയ്യുന്നത് അല്ലേ. നമുക്കെപ്പോഴും 10 മാർക്ക് കിട്ടുമ്പോൾ സന്തോഷത്തിനേക്കാൾ നമുക്ക് എപ്പോഴും ഫിയർ എന്താണെന്നറിയോ, 2 മാർക്ക് പോകുന്നതാണ്. ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ഒരു ചോദ്യം, ആ ചോദ്യത്തിനകത്ത് 4 ഓപ്ഷൻസ്, അതിനകത്ത് ഒരു ശരി ഓപ്ഷനും ബാക്കി 3 തെറ്റ് ഓപ്ഷനോ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ കൂടുതലുള്ളത് എന്താ, ശരിയാണോ തെറ്റാണോ? തെറ്റ്. അപ്പൊ ഇതിനകത്ത് ഏത് കണ്ടെത്താനാണ് എളുപ്പം? സ്റ്റാറ്റിസ്റ്റിക്കൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, ശരി ഉത്തരം കണ്ടെത്താനാണോ തെറ്റുത്തരം കണ്ടെത്താനാണോ? തെറ്റുത്തരം കണ്ടെത്താനാണ് എളുപ്പം. തെറ്റുത്തരങ്ങൾ കണ്ടെത്തി അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്തോ അതാണ് ശരി. നെല്ലും പതിനും വേർതിരിക്കാൻ പറയില്ലേ. അപ്പൊ നിങ്ങൾ ശരി ഉത്തരങ്ങൾ തേടി പോകണ്ട. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെട്ടിക്കളയുക, ബാക്കി വരുന്നതായിരിക്കും ശരി. ലേണിംഗ് മീൻസ് പഠിക്കുക. മെറ്റാ ലേണിംഗ് മീൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ള ചിന്തയാണ്, എങ്ങനെ പഠിക്കണം. അതിന് ചില സയന്റിഫിക് ടെക്നിക്സ് ഉണ്ട്, നമുക്ക് അതൊന്ന് യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി ടൈം ഈസി ആയിട്ട് 8 മണിക്കൂറിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. ആ ടെക്നിക്കിന്റെ പേരാണ് പോമോഡോറോ ടെക്നിക്. സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു അലാറം സെറ്റ് ചെയ്യാം. 20 മിനിറ്റ്സിലേക്ക് അലാറം സെറ്റ് ചെയ്യാം. 20-25 കോൺഫിഡൻസ് സ്റ്റെപ്പ്. നിങ്ങളൊരു തീരുമാനം എടുക്കണം, ഞാൻ അടുത്ത 20 മിനിറ്റ് നേരം മാത്രമേ പഠിക്കത്തുള്ളൂ, 1 സെക്കൻഡ് പോലും ഞാൻ എക്സ്ട്രാ പഠിക്കില്ല എന്നൊരു തീരുമാനത്തിൽ ആ ടോപ്പിക്ക് പഠിക്കാനിരിക്കുക. എഗൈൻ ഇത് മാത്തമാറ്റിക്സ് പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. തിയററ്റിക്കൽ സബ്ജക്ട്, ഇപ്പൊ GK ടോപ്പിക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വൊക്കാബുലറി, മലയാളം, അതിനൊക്കെ യൂസ് ചെയ്യാം. മാത്തമാറ്റിക്സ് നടക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ടൈമർ അടിക്കുമല്ലോ, ടൈമർ നിങ്ങൾ ബുക്ക് മടക്കി വെക്കണം. പിന്നെ 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കണം. 5 മിനിറ്റ് പിന്നെയും തിരിച്ചു വരിക. 20 മിനിറ്റ്സ് ടൈമർ വയ്ക്കുക. ടൈമർ അടിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ആവേശത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെയും പഠിക്കണമെന്ന് തോന്നുന്നു, പക്ഷെ അടച്ചു വെച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാം. ഈ ഒരു പ്രോസസ് 4 സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 20 മിനിറ്റ്സ് അടുപ്പിച്ച് റെസ്റ്റ് എടുക്കണം. ഈ ഒരു സൈക്കിൾ നിങ്ങളൊരു 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ സ്റ്റഡി ടൈം പെതുക്കെ പുഷ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ പഠിക്കാൻ നിൽക്കുന്ന ടീംസാണ്. പക്ഷെ മോട്ടിവേഷൻ ഓവർ റേറ്റഡ് ആണ്, ഭയങ്കര പരിമിതിയാണ്. മോട്ടിവേഷൻ വരുമ്പോൾ പക്ഷെ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം നമ്മൾ കൊണ്ടുപോകുള്ളൂ. PSC പാറ്റേൺ മാറി, അത് നല്ല കാര്യമാണ്. അപ്പം എല്ലാവർക്കും ഫ്രഷ് സ്റ്റാർട്ടാണ്. കുറെ കാലമായിട്ട് പഠിക്കാതിരിക്കുന്ന ആൾക്കാർക്കും ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ എല്ലാവർക്കും ഇത് ഫ്രഷ് സ്റ്റാർട്ടാണ്. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒരു 2 വർഷത്തിനകം സാച്ചുറേറ്റഡ് ആവും. ഇതിപ്പോൾ മുതലാക്കുക, യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷൻ വർക്കിംഗ് കാൻഡിഡേറ്റ്സ്, വീട്ടമ്മമാർ, ഈ 2 പേരും നല്ല ലെവലിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നുണ്ട്. പുതിയ PSC പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് അനലിറ്റിക്കലായിട്ട് പഠിക്കുന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അനലിറ്റിക്കലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം കണക്ട് ചെയ്ത് കൂടുതൽ ഡീപ്പായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. കറണ്ട് അഫയേഴ്സിന് ഏറ്റവും നല്ല മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയർ മാഗസിൻ ഏതെങ്കിലും ഒന്ന് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പത്രത്തിലെ കറണ്ട് അഫയേഴ്സിന് ഇപ്പോൾ തൊഴിൽ വീഥിയുടെ കറണ്ട് അഫയേഴ്സ് വളരെ കോമൺസിലൂടെ കവർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ റിവിഷൻ നടത്തുന്നത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്ന് അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ. ആദ്യമേ നിങ്ങൾക്കൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ പക്ഷേ 1 മണിക്കൂർ വേണമായിരിക്കും. പക്ഷെ അതിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് 1/2 മണിക്കൂർ നടത്താൻ പറ്റണം.
സെക്കൻഡ് റിവിഷൻ നിങ്ങൾക്ക് ഒരു 15 to 20 മിനിറ്റ്സ് നടത്താൻ പറ്റണം. തേർഡ് റിവിഷൻ ഒരു 15 മിനിറ്റ് നടത്താൻ പറ്റണം. ഫോർത്ത് റിവിഷൻ 10 മിനിറ്റ് നടത്താൻ പറ്റണം. ഓരോ തവണ റിവിഷൻ നടത്തുമ്പോഴും സമയം കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെന്നുള്ളതാണ് നോക്കേണ്ടത്. കുറയുന്നില്ലെങ്കിൽ റിവിഷൻ ടെക്നിക്ക് ഈസ് നോട്ട് റൈറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ റിവിഷൻ നടത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട്. ആക്റ്റീവ് റീകോൾ ആ വീഡിയോസിനൊക്കെ അത് വെച്ച് വെരി ബിഗ് ടോപ്പിക്. ഇപ്പം തുടങ്ങിയ 1/2 മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ വേണ്ടി വരും. ആക്റ്റീവ് റീകോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം, ആക്റ്റീവ് റീകോൾ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് റിവിഷൻ്റെ ടൈം നിങ്ങൾക്ക് പ്രോഗ്രസീവായിട്ട് താഴേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിവിഷൻ കറക്റ്റ് ഫോമാറ്റിലാണ്. അല്ല പഠിക്കാൻ 1 മണിക്കൂർ വേണം, റിവിഷൻ നടത്താൻ 2 മണിക്കൂർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണ് റിവിഷനകത്ത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. ഷോർട്ട് നോട്ട്സ് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് എഴുതുക. അതല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് എഴുതേണ്ട കാര്യമില്ല, ബുക്ക് വരച്ച് വെച്ചാൽ മതി. നമ്മുടെ സെഷനിൽ ലാസ്റ്റ് മൊമെൻ്റാണിത്. നമ്മളൊരു കോഗ്നിറ്റീവ് തിയറിയിൽ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം അല്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് ആണെങ്കിൽ, ഒരു ചില യൂണിഫോംഡ് ജോബ് ആവാം, ചില ആൾക്ക് നോൺ യൂണിഫോംഡ് ആവാം, എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് കണ്ണടച്ച് ഒരു 17 സെക്കൻഡ് അത് അച്ചീവ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ തലച്ചോറിൽ താനെ തെളിഞ്ഞു വരും. നിങ്ങൾ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് അത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, ഒരു അഭിമാനം, ഒരു സമാധാനം, അല്ല ഒരു പ്രൈഡ് ഉണ്ടല്ലോ, അത് ഈ സെക്കൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവിലേക്കുള്ള നിങ്ങളുടെ യാത്ര പെട്ടെന്ന് നടക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നന്നായിട്ട് കുറയും.